മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ പ്രൊമോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് അഡ്വർടൈസിങ് മീഡിയ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വർടൈസിങ് മീഡിയയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്വർടൈസിങ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മളത് പറഞ്ഞതായിരുന്നു. ഇനി എന്താണ് അഡ്വർടൈസിങ് മീഡിയ എന്നുള്ളത് നോക്കാം. ഒരു അഡ്വർടൈസ്മെന്റ് കോപ്പി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മീഡിയ, ഏത് മീഡിയയിലൂടെയാണ് അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെന്റിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ഏത് മീഡിയ ആണോ അതാണ് അഡ്വർടൈസ്മെന്റ് മീഡിയ എന്ന് പറയുന്നത്. അതായത് ഏത് മീഡിയ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് അഡ്വർടൈസ്മെന്റ് മീഡിയ. അത് പബ്ലിക്കിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റിലെ മെസ്സേജിനെ ആ മെസ്സേജിനെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ചാനൽസിനെയാണ് അഡ്വർടൈസിംഗ് മീഡിയ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, എൻ ആഡ് മീഡിയം ഈസ് എ കാരിയർ ഓഫ് വെഹിക്കിൾ ഓഫ് അഡ്വർടൈസിംഗ് മെസ്സേജ്. ഇറ്റ് ഈസ് മീൻസ് ഓർ വേസ് ഓഫ് ചാനൽസ് ടു കൺവേ ദ ആഡ് മെസ്സേജ് ടു ദ പബ്ലിക്. അല്ലേ, അതായത് പബ്ലിക്കിലേക്ക് നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റിലെ മെസ്സേജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺവേ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മീഡിയയാണ് അഡ്വർടൈസിംഗ് മീഡിയ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് അഡ്വർടൈസിംഗ് മീഡിയാസ് ഉള്ളത്. ഒന്ന് ഇൻഡോർ മീഡിയ ആണ്, രണ്ട് ഔട്ട്ഡോർ മീഡിയ. അതിൽ ഇൻഡോർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെയിൽസ് മെസ്സേജ് ഈസ് കൺവേഡ് റൈറ്റ് ഇൻ ടു ദ ഹോം ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് അവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ദ കറണ്ട് കസ്റ്റമേഴ്സ്, അല്ലേ, അതായത് ആരാണോ കറണ്ട് കസ്റ്റമേഴ്സ് അവരുടെ ആ വീട്ടിൽ അഡ്വർടൈസിങ്ങിൻ്റെ മെസ്സേജ് എത്തിക്കുന്നതിനെയാണ് ഇൻഡോർ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സാണ്, നമ്മുടെ വീട്ടിൽ അഡ്വർടൈസിങ്ങിൻ്റെ മെസ്സേജ് എത്തുന്നുണ്ടെങ്കിൽ, അപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മാഗസീൻസിലൂടെ, ന്യൂസ് പേപ്പേഴ്സിലൂടെ, TV-യിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആ അഡ്വർടൈസ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഇൻഡോർ മീഡിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഔട്ട്ഡോർ മീഡിയ എന്ന് നോക്കാം. ഔട്ട്ഡോർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് എന്താണ്, വീടിന് പുറത്താണ്, അതായത് ഔട്ട്സൈഡ് ഹോം, അല്ലെ. ഔട്ട്സൈഡ് ഹോമിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ പോസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സൈൻസ്, ഇതൊക്കെയാണ് ഔട്ട്ഡോർ മീഡിയാസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് മെയിനായിട്ട് അഡ്വർടൈസിംഗ് മീഡിയയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പോൾ മീനിങ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് അഡ്വർടൈസിംഗ് മീഡിയ എന്നുള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് അഡ്വർടൈസിംഗ് മീഡിയാസ് ഏതൊക്കെയെന്ന് നോക്കാം. അത് ഇൻഡോർ മീഡിയ ആയാലും ഔട്ട്ഡോർ മീഡിയ ആയാലും അത് രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്രസ് അഡ്വർടൈസിംഗ്. അതായത് അഡ്വർടൈസിംഗ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ജേർണൽ എക്സെട്ര. ന്യൂസ് പേപ്പറിലൂടെയോ മാഗസീൻസിലൂടെയോ അല്ലെങ്കിൽ ജേർണൽസിലൂടെയോ അഡ്വർടൈസ്മെന്റ് നൽകുന്നതിനെയാണ് പ്രസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസിംഗ് മീഡിയ ആണ്, അല്ലേ. നമുക്ക് അറിയാവുന്നതാണ് ന്യൂസ് പേപ്പേഴ്സിൽ പരസ്യങ്ങൾ വരുന്നത്, മാഗസീൻസിൽ, ജേർണൽസിലൊക്കെ പരസ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു അഡ്വർടൈസിംഗ് മീഡിയം കൂടെയാണ്. So it is the most economical also, and press advertising take in two major forms, newspapers and magazines. ഈ ഒരു പ്രസ് അഡ്വർടൈസിംഗ് മെയിനായിട്ട് രണ്ട് മേജർ ഫോംസ് ആണ് എടുക്കുന്നത്. ഒന്ന് ന്യൂസ് പേപ്പറും രണ്ട് മാഗസീൻസും ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ആർ വെരി യൂസ്ഫുൾ ടു അഡ്വർടൈസ് ഓൾ ടൈപ്സ് ഓഫ് ഗുഡ്സ് ബിക്കോസ് ഓൾ സെക്ഷൻസ് ഓഫ് പബ്ലിക് റീഡ് ദം, അല്ലേ. നമുക്കറിയാം എന്താണ്, എല്ലാ ജനങ്ങളും, എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ there are 21 മേജർ ലാംഗ്വേജസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. ദെൻ ഇന്ത്യ ഹാസ് മോർ ദാൻ 20,000 ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ 20,000 മോർ ദാൻ 20,000 ന്യൂസ് പേപ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് ഇൻ 21 ലാംഗ്വേജസ് ആയിട്ട്. സോ ഫോർ എവരി 40 ലിറ്ററേറ്റ് പേഴ്സൺ ദർ ഈസ് 1 ന്യൂസ് പേപ്പർ. അപ്പോൾ നമ്മളൊരു 40 ലിറ്ററേറ്റ് പേഴ്സൺ എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ചത് ലോർഡ് നോർത്ത് ക്ലിഫ് ആണ്. അത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്
1896 എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഈവൻ ടുഡേ ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ് ഈസ് പോപ്പുലർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ മെറിറ്റ് ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം, ഒരുപാട് ആളുകളിൽ റീച്ച് ചെയ്യുന്നത്, ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്, പെട്ടെന്ന് കൺവേ ചെയ്യാൻ കഴിയുന്നുണ്ട്. ദെൻ ദിവസവും എന്തെയും ആഡ് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ പറയുന്നത് എന്താണ്? അതിനൊരു ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറച്ച് ലൈഫ് ഉണ്ടായിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എത്തിക്കാൻ, അതിലൂടെ ആ ഒരു മെസ്സേജ് എത്തിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലൂടെ പരസ്യങ്ങൾ എത്തിക്കുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ദെൻ അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് നോട്ടീസ് ചെയ്യണമെന്നില്ല. ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പക്ഷേ അഡ്വർടൈസ്മെന്റ് കൊടുത്തത് ചില അത് ഓരോ അഡ്വർടൈസ്മെന്റിന്റെ പ്രത്യേകത പോലെ ഇരിക്കും. ചിലത് നമ്മൾ വളരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, ചില സമയത്ത് എന്തില്ല, നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ അതും എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ന്യൂസ് പേപ്പേഴ്സിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് മാഗസീൻസ് ആൻഡ് ജേർണൽസ് ആണ്. മാഗസീൻസ് ആർ ദ പീരിയോഡിക്കൽസ് ആണ് മാഗസീൻസ് എന്ന് പറയുന്നത്. മാഗസീൻസും ജേർണൽസും ഒക്കെ അതെന്താണ്, പീരിയോഡിക്കൽസ് ആണ്. അതായത് പബ്ലിഷ് ചെയ്യുന്നത് വീക്ക്ലി ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഇയർലി ഒക്കെ ആയിരിക്കും. അല്ലെ നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കോളേജ് മാഗസീൻസിൽ നമ്മൾ പരസ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് പരസ്യം പിടിക്കാറുണ്ട് അല്ലെ. എന്താണ്, അതിലൊരുപാട് പരസ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോളേജ് മാഗസീൻസിൽ അത് ഇയർലി പബ്ലിഷ് ചെയ്യുന്നതാണ് അല്ലെ. അതുപോലെ വീക്ക്ലി പബ്ലിഷ് ചെയ്യുന്നത്, മന്ത്ലി പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതിനെയാണ്, ആ പീരിയോഡിക്കൽസിനെയാണ് മാഗസീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്, ഒരു പ്രസ് അഡ്വർടൈസിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്സ് ഓഫ് അഡ്വർടൈസിങ് മീഡിയ എന്ന് പറയുന്നത് റേഡിയോ അഡ്വർടൈസ്മെന്റ് ആണ്. റേഡിയോ ഈസ് ആസ് മീഡിയം ഓഫ് അഡ്വർടൈസ്മെന്റ് ആസ് എ ബിക്കം വെരി പോപ്പുലർ അല്ലേ. ഈ റേഡിയോ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വെരി പോപ്പുലർ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൂടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് കേൾക്കാം? ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ലിസണേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ്, കമ്പൈൻ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരിക്കും, ക്യൂസ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, മ്യൂസിക്സ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് നമ്മുടെ റേഡിയോസിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1967 Then at present there are 175 medium wave transmitters and 60 short wave transmitters and 110 FM transmitters. അപ്പോൾ ഇന്നത്തെ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മീഡിയം വേവ് ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ തന്നെ ഷോർട്ട് വേവ് ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ഉണ്ട് റേഡിയോ അഡ്വർടൈസ്മെന്റിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1967 ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പ്രസ് അഡ്വർടൈസിങ്ങിൽ പറഞ്ഞ ഒരു ലിമിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാവുന്നതാണ്. എന്താണ്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെ. അവർ കേൾക്കുകയാണ് ചെയ്യുന്നത്, അവർക്ക് കേട്ട് കഴിഞ്ഞാലായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ ഇതിലൂടെ അഡ്വർടൈസ്മെന്റ്സ് നടത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് മെസ്സേജ് കൺവേ ചെയ്യാം അല്ലേ. നമ്മളത് കേൾക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും അത് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് റേഡിയോ അഡ്വർടൈസ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടെലിവിഷൻ അഡ്വർടൈസിങ്. അപ്പോൾ നമ്മൾ എന്നും കാണുന്ന കാര്യമാണ്, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളതാണ്. ടെലിവിഷൻ അഡ്വർടൈസിങ് ഈസ് എ റീസെന്റ് ഓഫ് ഒറിജിൻ. ഇറ്റ് ഈസ് വെരി പോപ്പുലർ ഇൻ USA ആൻഡ് അതർ അഡ്വാൻസ്ഡ് കൺട്രീസിൽ. ഇതെല്ലാം USA പോലെ അല്ലെങ്കിൽ അതർ അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ ഇത് വെരി പോപ്പുലർ ആണ്. ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ കേൾക്കാനും കാണാനും കഴിയുന്നു അല്ലെ. അഡ്വർടൈസ്മെന്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, പ്രസ് അഡ്വർടൈസ്മെന്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനേ കഴിയുള്ളൂ. റേഡിയോ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാനേ കഴിയുള്ളൂ. ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ കേൾക്കാനും കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ടെലിവിഷൻ അഡ്വർടൈസിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടെലിവിഷൻ സെന്റർ സെറ്റപ്പ് ചെയ്തത് ഡൽഹിയിലാണ്, 1962. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ടെലിവിഷൻ അഡ്വർടൈസിങ് കമ്പൈൻസ് ദ എഫക്റ്റ് ഓഫ് റേഡിയോ ആൻഡ് സിനിമ. ഇത് ഒരു റേഡിയോ അതുപോലെ തന്നെ സിനിമ അതിൻ്റെ ഒരു എഫക്റ്റിനെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് അപ്പീൽസ് ബോത്ത് ഐസ് ആൻഡ് ഇയേഴ്സ് അല്ലെ. നമുക്ക് കണ്ണിനും അതുപോലെ തന്നെ കാതിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ നമുക്ക് ആ ഒരു പരസ്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് കമ്പൈൻഡ് ഇമ്പാക്ട് ഓഫ് സൈറ്റ്, സൗണ്ട്, മോഷൻ ആൻഡ് കളർ. അപ്പോൾ ഒരു സൈറ്റിന്റെ അല്ലെങ്കിൽ ഒരു സൗണ്ട്, മോഷൻ ആൻഡ് കളറിന്റെ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ടെലിവിഷനിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ടെലിവിഷൻ അഡ്വർടൈസിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ്.
പിന്നെ TV ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫിലിം അഡ്വർടൈസിങ്. അപ്പോൾ ഫിലിം അഡ്വർടൈസിങ് എന്താണെന്നുള്ളത് നോക്കാം. ലൈക്ക് ടെലിവിഷൻ അഡ്വർടൈസിങ്, ഫിലിം അഡ്വർടൈസിങ് ഓൾസോ ഓഡിയോ വിഷ്വൽ മീഡിയം. ടെലിവിഷൻ അഡ്വർടൈസിങ്ങിന്റെ പോലെ തന്നെ ഫിലിം അഡ്വർടൈസിങ്ങും ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമാണ്. അതുപോലെ തന്നെ ദ മാനുഫാക്ചറർ പ്രിപ്പയർസ് ഫിലിംസ് അബൌട്ട് ദയർ പ്രോഡക്റ്റ് ഫോർ ബീങ് ഷോൺ ഇൻ സിനിമ ഹൗസസ്. നമ്മൾ സിനിമ തിയേറ്റേഴ്സിലൊക്കെ പോകുന്ന സമയത്ത് TV പോലെ തന്നെയെന്ന് പറഞ്ഞു, ഓഡിയോ വിഷ്വൽ മീഡിയം ആണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ മാനുഫാക്ചർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഫിലിം പ്രിപ്പയർ ചെയ്യുന്നു, ഇത് കസ്റ്റമേഴ്സിന് പബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഫിലിം അഡ്വർടൈസിങ്ങിലൂടെ. അപ്പോൾ അത് ചെയ്യുന്നത് ഈ ഒരു ഫിലിം ഹൗസസിലാണ്, അല്ലെങ്കിൽ സിനിമ ഹൗസസിലാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സിനിമ ഹൗസസ് ഉണ്ട്, തിയേറ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ തിയേറ്റേഴ്സിൽ പോകുന്നതാണ്, അപ്പോൾ അവിടെ പരസ്യങ്ങൾ കാണുന്നുണ്ട്. അത് TV കാണുന്ന പോലെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, അവർക്ക് ഒരുപാട് ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയുന്നത് എന്താണ്, തിയേറ്ററിൽ വരുന്നവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കാണാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഫിലിം അഡ്വർടൈസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിങ്. അപ്പോൾ ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ കോണ്ടാക്റ്റ് സംഘടിപ്പിച്ചിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അതിനുശേഷം അവരുടെ പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് എന്ത് ചെയ്യും, അഡ്വർടൈസിങ് മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. കസ്റ്റമേഴ്സ് ബൈ പോസ്റ്റ്, അല്ലേ, പോസ്റ്റ് വഴി എന്ത് ചെയ്യും, ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോണ്ടാക്റ്റ് ലിസ്റ്റ് ആദ്യം സംഘടിപ്പിക്കും, കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും ആ സ്ഥാപനങ്ങൾ, എന്നിട്ടാണ് അവർക്ക് പേഴ്സണലായിട്ട് എന്ത് ചെയ്യും, ഇത് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കോസ്റ്റ്ലി അല്ല, സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് കൊടുക്കുകയുള്ളൂ. ദെൻ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രിന്റ് ആൻഡ് പോസ്റ്റേജിന് കോസ്റ്റ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വർടൈസിങ് മെസ്സേജ് ഈസ് സെൻഡ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ബൈ പോസ്റ്റ് വഴി കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസിങ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിങ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്ഡോർ അഡ്വർടൈസിങ്. അപ്പോൾ ഔട്ട്ഡോർ അഡ്വർടൈസിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താണ്, പുറത്ത് കാണുന്ന, വീടിന് പുറത്ത് കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പെയിന്റഡ് ഡിസ്പ്ലേസ്, ദെൻ ഇലക്ട്രിക് സൈൻസ്, അതൊക്കെയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റിൽ വരുന്നത്. Then outdoor advertisements are those advertisements which attract the customers when they are out of their home. അല്ലേ, ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, those advertisement which attract the customers when they are out of their home എന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് അവരുടെ വീടിന് പുറത്തായിരിക്കുന്ന സമയത്ത് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്വർടൈസ്മെന്റ്സിനെയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ്, ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസ്പ്ലേ, POP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ആഡ്സ് അറ്റ് ഓർ നിയർ അബൌട്ട് ദ പ്ലേസ് വെയർ ഗുഡ്സ് ആർ സോൾഡ്. അതായത് വിൽക്കുന്ന സ്ഥലത്ത്, അവിടെ എവിടെയെങ്കിലും, അവിടെ അല്ലെങ്കിൽ അടുത്ത് തന്നെ ആയിട്ട് അഡ്വർടൈസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്, അതായത് കൺസേൺഡ് വിത്ത് ദ ആഡ്സ് അറ്റ് ഓർ നിയർ എബൌട്ട് ദ പ്ലേസ്, അല്ലേ, ആ സാധനങ്ങൾ വിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് അഡ്വർടൈസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, അഡ്വർടൈസ്മെന്റ്സ് വെക്കുന്നതിനെയാണ് പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അവിടെ തന്നെ, അല്ലെങ്കിൽ നിയർ, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. വിൻഡോ ഡിസ്പ്ലേ ഉണ്ട്, 2 കൗണ്ടർ ഡിസ്പ്ലേ, 3 ഷോറൂംസ് ആണുള്ളത്. അപ്പോൾ എന്താണ് പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വിൻഡോ ഡിസ്പ്ലേ എന്താണെന്നുള്ളത് നോക്കാം. ദ മീഡിയം ഓഫ് അഡ്വർടൈസ്മെന്റ് ഈസ് ഡൺ ബൈ ഡീലേഴ്സ്. ദിസ് റെഫേഴ്സ് ടു ഷോയിങ് ഓഫ് ഗുഡ്സ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഗ്ലാസ് വിൻഡോ ഓഫ് ദ ഷോപ്പ്. നമ്മൾ പല ഷോപ്പുകളിൽ പോകുമ്പോഴും അവരുടെ ആ ഒരു ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ തന്നെ ഒരു
എന്തുണ്ടായിരിക്കും അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ റേറ്റ് ഒക്കെ വെട്ടിയിട്ട് അല്ലെ 500 രൂപയുള്ള സാധനം എന്താണ് 299 എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ബമ്പർ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദിസ് റിഫേഴ്സ് ടു ഷോയിങ് ഓഫ് ഗുഡ്സ് ഇൻ ദ ഫ്രണ്ട് ഗ്ലാസ് വിൻഡോ ഓഫ് ദ ഷോപ്പ്. ഷോപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസ് വിൻഡോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അഡ്വർടൈസ്മെന്റിനെയാണ് വിൻഡോ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദ പ്രോഡക്റ്റ് ആർ ഡിസ്പ്ലേഡ് മോസ്റ്റ് അട്രാക്റ്റീവ്ലി ആൻഡ് സയന്റിഫിക്കലി. അതായത് അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ദ പ്രൈസ് ഈസ് ഓൾസോ അറ്റാച്ച്ഡ് ടു ദ ആർട്ടിക്കിൾസ്. ആ ഒരു ആർട്ടിക്കിൾസിന്റെ അടുത്ത് പ്രൈസും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ത്രൂ ദ വിൻഡോ ഡിസ്പ്ലേ ദ സെല്ലർ ഇൻഫോം ദ കസ്റ്റമേഴ്സ് ദ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഡിസൈൻ ആൻഡ് കളർ അവൈലബിൾ വിത്ത് ഹിം. ആ ഒരു വിൻഡോ ഡിസ്പ്ലേയിലൂടെ അയാൾ സെല്ലർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുന്നത് എന്താണ്, കസ്റ്റമേഴ്സിന് ഇൻഫോം ചെയ്യുന്നത് എന്താണ്, ഈ ടൈപ്പ് ഗുഡ്സ് അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള ഡിസൈൻ ഉള്ള ഈ ഗുഡ്സ് കളർ ഉള്ളത് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് എന്താണ് അവർ ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻഫ്ലുവൻസസ് നോട്ട് ഓൺലി ദ കസ്റ്റമേഴ്സ് ഹൂ വിസിറ്റ് ദ ഷോപ്പ് ബട്ട് ഓൾസോ ദ പീപ്പിൾ ഹൂ പാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. ഇത് ആ കടയിൽ വരുന്ന ആളുകളെ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പക്ഷെ ആ ഒരു ഫ്രണ്ടിലൂടെ ആ ഷോപ്പിന്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യുന്നവരെയും എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് വിൻഡോ ഡിസ്പ്ലേ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വിൻഡോ ഡിസ്പ്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് റെഫേഴ്സ് ടു ഷോയിങ് ഓഫ് ഗുഡ്സ് ഇൻ ദ ഫ്രണ്ട് ഗ്ലാസ് വിൻഡോ ഓഫ് ദ ഷോപ്പ്. ഷോപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസ് വിൻഡോയിൽ കാണിക്കുന്ന അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നതിനെയാണ് വിൻഡോ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കൗണ്ടർ ഡിസ്പ്ലേ ആണ്. ഇറ്റ് ഓൾസോ കോൾഡ് ഇന്റീരിയർ ഡിസ്പ്ലേ. ഇതിന് ഇന്റീരിയർ ഡിസ്പ്ലേ എന്നും കൂടെ പറയുന്നുണ്ട്. ഇറ്റ് റിഫേഴ്സ് ടു ഓൾ അറേഞ്ച്മെന്റ്സ് ദാറ്റ് ആർ മെയ്ഡ് ഇൻസൈഡ് ദ ഷോപ്പ്. അപ്പോൾ കൗണ്ടർ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ഡിസ്പ്ലേ എന്ന് കൂടെ പറയുന്നുണ്ട്. ഓൾ അറേഞ്ച്മെന്റ്സ് ദാറ്റ് ആർ മെയ്ഡ് ഇൻസൈഡ് ദ ഷോപ്പ്. ഷോപ്പിന്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത് കൗണ്ടർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ ദാസ് ദ പ്രൊഡക്റ്റ് ആർ ഡിസ്പ്ലേഡ് ഇൻസൈഡ് ദ ഷോപ്പ് വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസ് ദ റിയൽ ബയേഴ്സ് ബൈ ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഷോപ്പിന്റെ ഇൻസൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് റിയൽ ബയേഴ്സിന് എന്ത് ചെയ്യണം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ആ കൗണ്ടർ ഡിസ്പ്ലേ നടത്തിയിട്ടുണ്ടായിരിക്കുക. അതാണ് കൗണ്ടർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദെൻ ഷോറൂംസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് സർട്ടൺ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് ഓൾവേസ് പ്രിഫർ പേഴ്സണൽ ഇൻസ്പെക്ഷൻ. ചില പ്രൊഡക്റ്റിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് ഒരു പേഴ്സണൽ ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും. സോ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ റീഡിങ് ഓർ ലിസണിങ് ടു എൻ അഡ്വർടൈസ്മെന്റ്. അവർ ഒരു അഡ്വർടൈസ്മെന്റ് എന്താണ് റീഡ് ചെയ്താലോ അല്ലെങ്കിൽ ലിസൺ ചെയ്താലോ അവർ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ, ടെലിവിഷനൊക്കെ ആർ ഓൾവേസ് പർച്ചേസർ ഓൺലി ആഫ്റ്റർ എ ക്ലോസ് ലുക്ക് ഓഫ് ദ പ്രൊഡക്റ്റ്. അല്ലേ, വാഷിംഗ് മെഷീനും ടെലിവിഷനും ഒക്കെ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ വെറും അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചു വരികയല്ലേ ചെയ്യാറ്. എന്ത് ചെയ്യാണ് നമ്മളത് ഒരു ക്ലോസ് ലുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യും നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ സം മാനുഫാക്ചറർ കീപ് ഷോറൂംസ്. അതുകൊണ്ടാണ് ചില മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുന്നത് ഷോറൂംസ് കീപ്പ് ചെയ്യുന്നത്. സോ ഇൻ ദ ഷോറൂംസ് നോട്ട് ഓൺലി നീഡഡ് ആർട്ടിക്കിൾസ് ആർ കെപ്റ്റ് ബട്ട് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഓൾസോ. അപ്പോൾ ഷോറൂംസിൽ ആ ഒരു നീഡഡ് ആർട്ടിക്കിൾസ് മാത്രമല്ല ഡിഫറെന്റ് പ്രൊഡക്ട്സുകളും എന്ത് ചെയ്യുന്നുണ്ട് കെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദ ഷോറൂംസ് ആർ യൂഷ്വലി വെൽ ഡെക്കറേറ്റഡ്. ഈ ഒരു ഷോറൂംസും എന്ത് ചെയ്യുന്നുണ്ട് യൂഷ്വലി വെൽ ഡെക്കറേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഷോറൂംസിൽ പറയുന്നത്. അങ്ങനെ 3 രീതിയിലാണ് പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസ്പ്ലേ ഉള്ളത്. ഒന്ന് വിൻഡോ ഡിസ്പ്ലേ ആണ്, ദെൻ കൗണ്ടർ ഡിസ്പ്ലേ ആണ്, ദെൻ ഷോറൂംസ് ആണ് ഉണ്ടായിരിക്കാം. ദെൻ ലാസ്റ്റ് വൺ പറയുന്നതാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ്. അപ്പോൾ സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് റിഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് ഓഫറിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് സ്പെഷ്യാലിറ്റി ആർട്ടിക്കിൾസ് സച്ച് ആസ് ഡയറീസ്, പേഴ്സസ് എക്സെട്ര. ഡയറീസ്, പേഴ്സസ്, അതുപോലെ തന്നെ കീ റിങ്സ്, പേപ്പർ വെയിറ്റ് അങ്ങനെയൊക്കെ പോലെയുള്ള ആർട്ടിക്കിൾസ് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. To the customers, these articles bear some advertisements or mention at least the name of the company. ഇങ്ങനെയുള്ള ഈ സാധനങ്ങളിലൊക്കെ നമുക്ക് ഡയറീസ് ഒക്കെ കിട്ടാറില്ലേ, പല കമ്പനീസിന്റെ ഡയറീസ് കിട്ടാറുണ്ട് അല്ലെ, പേഴ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു ഗോൾഡിന്റെ കടയിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഗോൾഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സസ് കിട്ടും. ആ പേഴ്സസിന്റെ മുകളിൽ അല്ലെങ്കിൽ ഡയറീസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഡയറീസ് കിട്ടും അല്ലെ, ആ കീ റിങ്സ് കിട്ടും, മെമ്മോ പാഡ്സ് കിട്ടും. ഇതിന്റെ മുകളിലൊക്കെ അവരുടെ ആ ഒരു അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നെയിം ഓഫ് ദ കമ്പനി, അവരുടെ കമ്പനിയുടെ പേരോ ഉണ്ടായിരിക്കും. അത്തരം അഡ്വർടൈസ്മെന്റിനെയാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന
അഡ്വർടൈസിങ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വർടൈസിങ് മീഡിയ ആയിരുന്നു. ഒന്നാമത് പറയുന്നത് പ്രസ് അഡ്വർടൈസിങ് ആണ്. അതിൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ആൻഡ് ജേർണൽസ് പറഞ്ഞു. ദെൻ റേഡിയോ അഡ്വർടൈസ്മെന്റ്, ടെലിവിഷൻ അഡ്വർടൈസിങ്, ഫിലിം അഡ്വർടൈസിങ്, ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിങ്, ഔട്ട്ഡോർ അഡ്വർടൈസിങ്, പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസ്പ്ലേ, വിൻഡോ ഡിസ്പ്ലേ, കൗണ്ടർ ഡിസ്പ്ലേ, ഷോറൂംസ്, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. എല്ലാ കാര്യങ്ങളും ഫെമിലിയർ ആണ്. ചില പേരുകൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്.